ഹജ്ജ്, ഉംറ എന്നിവയ്ക്ക് മുമ്പായി കടങ്ങൾ വീട്ടേണ്ടതുണ്ടല്ലോ. അവധിയെത്താത്ത കടം വീട്ടേണ്ടതുണ്ടോ? അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നേർച്ച ചെയ്തത് കടമായി പരിഗണിക്കുമോ? അത് അവധി എത്തിയ കടമാണോ എന്നൊക്കെയാണ് വിശദീകരണം ആവശ്യപ്പെടുന്നത്. ഹജ്ജ് ചെയ്യുമ്പോൾ അതിലെ നിബന്ധന പറഞ്ഞു, മനിസ്തത്താ ഇലൈഹി സബീല, മക്കയിലേക്ക് എത്തിപ്പെടാനുള്ള ഇസ്തിത്താഅത്ത് ഉണ്ടാകണമെന്നാണ്. അതിൽപ്പെട്ടാണ് സാമ്പത്തിക ശേഷി, ശാരീരിക ശേഷി. അപ്പോൾ ഇനി ഇസ്തിത്താഅത്തില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഹജ്ജും ഉംറയും ചെയ്യാത്തതിൻ്റെ പേരിൽ അയാൾ ശിക്ഷിക്കപ്പെടുന്നതല്ല. ഇപ്പോൾ കടമുള്ള ഒരു വ്യക്തി ആ കടങ്ങൾ വെച്ചുകൊണ്ട് ഹജ്ജോ ഉംറയോ ചെയ്താൽ അയാൾ ഹജ്ജും ഉംറയും ചെയ്തതായി പരിഗണിക്കപ്പെടും. എന്നാൽ അവധിയെത്തിയ കടം ഒന്നുകിൽ മറ്റുള്ള ആളുകളോട്, അതിൻ്റെ അവകാശികളോട് അനുവാദം ചോദിക്കുകയോ പൊരുത്തപ്പെടുകയോ ചെയ്യുന്നത് നല്ലതാണ്. ഇപ്പോൾ നേർച്ച നേരുക എന്നുള്ളത് അത് കടം തന്നെയാണ്. ഫദൈനുല്ലാഹി അഹക്ക്, അള്ളാഹുവിന് കൊടുക്കേണ്ട കടം അത് ഏറ്റവും ബാധ്യതയുള്ളതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവല്ലോ. പക്ഷേ എല്ലാ നേർച്ചകളും കടമായിക്കൊള്ളണമെന്നില്ല. അതേപോലെ തന്നെ ചിലപ്പോൾ നേർച്ച ചെയ്ത് ഈ 2 വർഷം കഴിഞ്ഞ് കൊടുക്കാം എന്നാണ് നേർച്ച ചെയ്തതെങ്കിൽ അയാളുടെ സമയമായിട്ടില്ല. അപ്പോൾ എങ്ങനെയാണ് നേർച്ച ചെയ്തത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത്. അള്ളാഹുവിൻ്റെ പേരിലുള്ള കടമാകട്ടെ വ്യക്തികളുടെ പേരിലുള്ള കടമാകട്ടെ അതൊക്കെ കടമായി പരിഗണിക്കും. ആ കടം വീട്ടിയതിന് ശേഷം പോവുകയാണ് നല്ലത്. എന്നാൽ ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഇൻഷാ അള്ളാഹ് അതൊക്കെ വീട്ടാൻ സാധിക്കും, എനിക്ക് ഹജ്ജ് കഴിഞ്ഞ് മടങ്ങി വന്ന് അതിനൊക്കെ കഴിയും എന്ന ഒരു ലന്നാണ് അയാൾക്ക് ഉള്ളത് എങ്കിൽ അയാളുടെ ഹജ്ജും ഉംറയും ഒക്കെ സ്വീകാര്യമാണ്, ഇസ്ലാമിലുള്ള അയാളുടെ ഹജ്ജായി പരിഗണിക്കപ്പെടുന്നതാണ്.